ഇതിന്റെ നേരെ അപ്പുറത്തുള്ള തോട്ടോ പിന്നെ മറ്റേ ഉത്തുബത്തിന്റെ മക്കയിലെ ഏറ്റവും വലിയ നിബിധങ്ങളുടെ ശത്രുവായ ഉത്തുബത്തിന്റെ മുന്തിരിത്തോട്ടായിരുന്നു. വലിയ പൈസക്കാരനാണ് ഉത്തുബത്തിന്റെ തോട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ തോട്ടത്തിലുള്ള ഒരു പണിക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് മുന്തിരി കൊണ്ട് കൊടുക്കുകയാണ് ഇവിടെ. അങ്ങനെ ആ മുന്തിരി നിബിധങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിച്ചപ്പോൾ അയാളുടെ മനസ്സിനാകെ ചാഞ്ചാട്ടം വന്നു എന്ന്. അങ്ങനെ ബിസ്മി ചൊല്ലി നബിതങ്ങളോട് ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസ്മിയിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഈമാൻ കടന്നു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ നാടേതാണ്? അപ്പൊ പറഞ്ഞു നീനുവയാണ് എന്ന് പറഞ്ഞു. അപ്പോ നബിതങ്ങൾ പറയാം, നീനുവ എന്ന് പറഞ്ഞ നമ്മളെ സഹോദരനായ യൂനുസ് നബിയുടെ നാടാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നബിതങ്ങൾ അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യാണ് നബിതങ്ങളെ മനസ്സിലാക്കിയിട്ട്. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഈമാനം വെച്ച് നടന്നപ്പോൾ ഉത്തുബത്ത് അത് മനസ്സിലാക്കി. അവിടെ പണിയെടുത്തിരുന്ന അദ്ദാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേര് അദ്ദാസ് എന്നാണ്. നേരത്തെ നമ്മൾ സിയാറത്ത് ചെയ്തിട്ടില്ലേ? അദ്ദാസ് എന്നവരെയും കൂടെ ഉണ്ടായിരുന്ന 11ഓളം ആളുകളെയും നിഷ്ഠൂരമായി വധിച്ചു കളയാണ്. അവരുടെ മയ്യത്തുകളും ഇപ്പം നമ്മൾ സിയാറത്ത് ചെയ്ത സ്ഥലത്താണ് ഖബറടക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നബിതങ്ങളെ കൂട്ടിയിട്ട് ഇവിടുന്ന് പോയിട്ട് അദ്ദാസ് എന്നവർ ഇരുന്നൊരു സ്ഥലമുണ്ട്, ഒരു തോട്ടത്തിൽ. അവിടെ ഇപ്പോൾ നമ്മൾ 2 സ്ഥലത്ത് ഓന് നിർത്താൻ പറയുന്ന ഒരു ബുദ്ധിമുട്ടാക്കലാന്ന് വെച്ചിട്ട് അവിടെ നമ്മൾ ബസ്സിന് കാണിച്ചില്ല. അതാ നബിതങ്ങൾ ഇരുന്ന സ്ഥലം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അദ്ദാസ് എന്നവരോടൊപ്പം നബിതങ്ങൾ ഇരുന്ന സ്ഥലം നിങ്ങൾക്ക് ബസ്സിന്ന് കാണിച്ചു തരും. നബിതങ്ങൾ ഇതൊക്കെ വന്ന് കാണാൻ നമ്മൾ വലിയൊരു സമ്പാദ്യം കൊടുത്തതെങ്കിലും നമ്മൾ ഇത്രയും കാലം കേട്ടിങ്ങനെ നടന്നിരുന്ന ഒരു കഥ ആ നടന്ന സ്ഥലത്ത് എത്താൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകിയില്ലേ? ഇത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല നമ്മൾ അനുഗ്രഹിക്കട്ടെ.